ചെയ്യുന്ന തോന്നിയവാസങ്ങളും തെമ്മാടിത്തങ്ങളും രഹസ്യമായി ചെയ്യുന്ന ഹറാമുകളും ഇതൊക്കെ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് കാണുന്നില്ല, അവൻ അറിയുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എല്ലാം പതിയിരുന്ന് വീക്ഷിക്കുന്നവരാകുന്നു നിങ്ങളുടെ റബ്ബ്. പക്ഷേ അള്ളാഹു മനുഷ്യർക്ക് എന്ത് ചെയ്യുക? സാവകാശം നൽകിയ നന്നാകാനുള്ള ഒരു അവസരം. നന്നായാലോ എന്ന് വിചാരിച്ച് അള്ളാഹു ഇങ്ങനെ നൽകുക. അവസാനം ഒരു പിടുത്തമുണ്ട്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിന്റെ പിടുത്തം അത് വലിയൊരു പിടുത്തം തന്നെയായിരിക്കും. സാവകാശം നൽകി എന്നിട്ടും മനുഷ്യൻ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്നാകാൻ തയ്യാറില്ല എങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്കാണ് അവൻ ജീവിക്കാൻ തുനിയുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, നിങ്ങളുടെ റബ്ബിന്റെ പിടുത്തം അത് വലിയൊരു പിടുത്തമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. ഇല്ല എങ്കിലോ അള്ളാഹുവിന്റെ ശിക്ഷ കടന്നു വരുമ്പോ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയത് കൊണ്ടൊരു കാര്യമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ എല്ലാവരെയും ഒരുമിച്ചായിരിക്കും പിടികൂടുക. സമൂഹത്തിൽ വിശ്വാസികൾ അവിശ്വാസികൾ എന്ന് വേർതിരിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷയില്ല. റബ്ബിന്റെ ശിക്ഷ വന്നാൽ അത് മുഴുവൻ ആളുകളെയും പിടികൂടും എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 112-ാമത്തെ വചനം സൂറത്തുൻ നഹ്ലിന്റെ 112-ൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതീഹാ റിസ്ഖുഹാ റഅദൻ മിൻ കുല്ലി മകാൻ വകഫറത് ബിഅൻഉമില്ലാഹി ഫഅദാകഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അല്ലാഹു ഒരു പ്രദേശത്തെക്കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു തരികയാണ് ഒരു ഉപമ. അതായത് ആ രാജ്യം മസൽ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ, അത് നിർഭയമായ ശാന്തമായ നല്ലൊരു മനോഹരമായ നാടായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് ആവശ്യമുള്ള ആഹാരം അവർക്ക് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടോ ആ രാജ്യത്തിലെ ആ പ്രദേശത്തിലെ ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചപ്പോ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോ അവർ പ്രവർത്തിച്ചത് നിമിത്തം അവർക്ക് ഭയമാകുന്ന വസ്ത്രം, അതുപോലെ അള്ളാഹു വിശപ്പും അവരെ ആസ്വദിപ്പിച്ചു. അള്ളാഹു അനുഗ്രഹിച്ച മനോഹരമായ ഒരു നാട്. കേരളത്തിന്റെ ഏത് പ്രദേശങ്ങളിലും പ്രയാസങ്ങളുണ്ടാകുമ്പോ ആദ്യം ഓടിച്ചെല്ലുന്ന ആളുകൾ സന്നദ്ധ പ്രവർത്തകരുള്ള, സന്നദ്ധ സംഘടനകളുള്ള ഒരു നാട്, അതാണ് ഞങ്ങളുടെ നാട്. പക്ഷേ ആ നാട്ടിലാണ് ഈ ഒരു വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായത്. എന്തുകൊണ്ട്? ഒരുപാട് പാഠം അതിന് ഉൾക്കൊള്ളുവാനുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് പൂർവകാല സമൂഹങ്ങളുടെ ചരിത്രം നമുക്ക് മുമ്പിൽ നിരത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വെള്ളം അധികമായി വർഷിച്ചുകൊണ്ടും അതേസമയം മഴ ലഭിക്കാതെയും വെള്ളം വറ്റിച്ചു കളഞ്ഞും ആ വെള്ളത്തെ ഉപ്പ് രസമുള്ള വെള്ളമാക്കിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. റബ്ബിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുമെന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതേ നൂഹ് നബി അലൈഹിസ്സലാമിയുടെ ജനതയുടെ ചരിത്രം ഞാൻ എവിടേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു, ഭൂമിയിൽ നാം ഉറവുകൾ പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ നിർണയിക്കപ്പെട്ട കഴിഞ്ഞ കാര്യത്തിനായി ആ ഒരു വെള്ളം സന്ധിച്ചു. അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം 54-ാം അധ്യായ സൂറത്തുൽ ഖമറിന്റെ 11 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, മറ്റൊരു സംഭവം 34-ാം അധ്യായ സൂറത്ത് സബയിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സമ്പൽ സമൃദ്ധികൾ ജീവിച്ചിരുന്ന യമനിലെ സബ ഗോത്രം ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്. അവർ വെള്ളം അണകെട്ടി ശേഖരിച്ചിരുന്നു. അവർ അനുഭവിക്കുന്ന സമൃദ്ധിക്ക് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണമെന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടു. എന്നാൽ ആ സബ ഗോത്രക്കാർ സത്യനിഷേധികളും നന്ദി കെട്ടവരും ധിക്കാരികളുമായി മാറിയപ്പോ അവർക്ക് സംഭവിച്ചത് എന്താണ് എന്ന് അള്ളാഹു സൂറത്ത് സബയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ലഖദ് കാന ലിസ്സബഇൻ ഫീ മസ്കനിഹിം ആയാ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബ വറബ്ബുൻ നഫൂർ.
സബഉ ഗോത്രത്തിന് അവരുടെ വാസസ്ഥലത്ത് ഒരു ദൃഷ്ടാന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി 2 തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള ആഹാരത്തിന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവീൻ, അവർ നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. ആ രാജ്യം ബൽദത്തുൻ ത്വയ്യിബ. അല്ലാഹു പറഞ്ഞത് ആ സബഉ എന്ന രാജ്യം ബൽദത്തുൻ ത്വയ്യിബ, ഏറ്റവും നല്ല മനോഹരമായ രാജ്യമായിരുന്നു. വറബ്ബുൻ ഗഫൂർ, അവരുടെ റബ്ബോ, അവരുടെ രക്ഷിതാവ് ഏറ്റവും പൊറുക്കുന്നവനുമായിരുന്നു. പക്ഷേ അവർ നന്ദികേട് കാണിച്ചു. നന്ദി കെട്ടവരായി ആ ജനത തിരിഞ്ഞു കളഞ്ഞപ്പോ അവരുടെ മേൽ അണക്കെട്ടിന്റെ ജലപ്രവാഹത്തെ നാം പൊട്ടിച്ചു. അണക്കെട്ടിനെ അല്ലാഹു പൊട്ടിച്ച് ജലപ്രവാഹത്തെ അയച്ചു. അവരുടെ ആ 2 തോട്ടങ്ങൾക്ക് പകരം തിന്നാൻ പറ്റാത്ത കൈപ്പുള്ള ഫലങ്ങളും അസ്ൽ വൃക്ഷവും അല്പസിദിർ വർഗത്തിൽപ്പെട്ട ചിലതുമുള്ള 2 തോട്ടങ്ങൾ നാം അവർക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തു എന്ന് സൂറത്ത് സബയിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നു. എന്തുകൊണ്ട്? അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചത് നിമിത്തം. നന്ദി കെട്ടവരോടല്ലാതെ നാം പ്രതിഫല നടപടി എടുക്കുമോ? അള്ളാഹുവിന്റെ ചോദ്യമാ. ആ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്ന നന്ദി കെട്ടവർക്കെതിരിലല്ലാതെ ഞാൻ ഒരിക്കലും പ്രതിഫല നടപടി എടുക്കുകയില്ല എന്ന് സൂറത്ത് സബയിലൂടെ ആ രാജ്യത്തിന്റെ ചിത്രം നമുക്ക് മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുക. സഹോദരങ്ങളെ, അപ്പോ എന്തിനാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഈ ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹു നൽകുന്നത് എന്നറിയുമോ? വലനുദീകന്നഹും മിനല്ലദാബില്ലദീനാ ദൂനല്ലദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പുറമെ ഏറ്റവും താണ ശിക്ഷയിൽ നിന്നും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. ലഅല്ലഹും യർജിഊൻ, അവർ ഒരു വേള മടങ്ങിയേക്കാമല്ലോ. എന്തിനാണ് ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹു നൽകുന്നത്? വലിയ ദുരന്തം, വലിയ ശിക്ഷകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ നൽകുമ്പോ ലഅല്ലഹും യർജിഊൻ, അവർ നന്നായേക്കാമല്ലോ, റബ്ബിങ്കലേക്ക് ഒന്നുകിൽ മടങ്ങിയേക്കാമല്ലോ. അപ്പോൾ അവരുടെ മാറ്റത്തിന് വേണ്ടി, മടങ്ങലിന് വേണ്ടി അല്ലാഹു നൽകുന്ന ചെറിയ ചെറിയ ശിക്ഷകളാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് പാഠം ആളുകൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ വലിയ ശിക്ഷ, റബ്ബിന്റെ അദാബ് ഇനിയും നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൻ നഹ്ലിന്റെ 61-ൽ, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം മാ തറക അൻ അലൈഹാ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. മനുഷ്യർ ചെയ്യുന്ന അക്രമം കാരണം അല്ലാഹു പിടികൂടുമായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു വസ്തുവിനെയും ഒരു ജന്തുവിനെയും അല്ലാഹു ബാക്കി വെക്കുമായിരുന്നില്ല. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്ക് ഉടനടി ശിക്ഷ വരുമായിരുന്നുവെങ്കിൽ അല്ലാഹു ഈ ഭൂമിയിൽ ഒരു ജന്തുവിനെയും ബാക്കി വെക്കുകയില്ലായിരുന്നു എന്ന് അല്ലാഹു ഖുർആനോട് പഠിപ്പിക്കുന്നു. പക്ഷേ നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്കും അല്ലാഹു അവരെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അല്ലാഹുവിന്റെ ഈ ശിക്ഷ ജനങ്ങൾ പാഠം പഠിക്കാനാണ്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, പരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു വിപത്തും ഫബിമാ കസബത്ത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ് ലിയുദീകഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും വ്യാപകമായ ഫിത്നകൾ, കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? അല്ലാഹു പുറപ്പെടുവിച്ചതല്ല. ബിമാ കസബത്ത് ഐദിന്നാസ്, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാകുന്നു അത്. ലിയുദീകഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ, അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചതിൽ ചിലത് നിങ്ങളെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാകുന്നു. ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ ഒരു വേള അല്ലാഹുവിലേക്ക് മടങ്ങാമല്ലോ. അപ്പോ ഇത്തരം ദുരന്തങ്ങളിലെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാകുന്നു അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഭൂമി കുലുക്കമുണ്ടായി.
കിടക്കകൾ നിരനിരയാകുന്നത് വരെയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തിന്മകൾ കൊണ്ടുവന്നിരിക്കുന്നു ജനങ്ങളെ, നിങ്ങൾ തിന്മകളെ ധൃതി കാണിച്ചിരിക്കുന്നു. അത് ആവർത്തിച്ചാൽ നിങ്ങൾക്കെതിൽ ഞാനിതാ പടയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കാലഘട്ടത്തിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായപ്പോ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്കെതിരായ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടും. കാരണം എന്താ? നിങ്ങളിൽ തിന്മകൾ അധികരിച്ചിരിക്കുന്നു. ആ തിന്മകളുടെ ആധിക്യമാണ് ഈ ഭൂമി കുലുക്കം ഉണ്ടായത് എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തിയതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു, ഒരു ജനതയിൽ തിന്മകൾ നടമാടുകയും അവർ അത് ചെയ്യുന്നവരെക്കാൾ പ്രതാപമുള്ളവരും തടയാൻ ശേഷിയുള്ളവരുമായിരിക്കെ അവർ അവരെ തിരുത്താതിരുന്നാൽ അവരെ അള്ളാഹു ഒന്നാകെ റബ്ബിന്റെ ശിക്ഷ അനുഭവിപ്പിക്കുന്നതാണ്. അപ്പൊ സമൂഹത്തിലുള്ള നല്ലവരായ ആളുകളുടെ കടമയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നമ്മൾ മൗനം പാലിച്ചാൽ, ഇത്തരം വൃത്തികേടുകൾക്കെതിരിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പൂച്ചയ്ക്കാരും മണികെട്ടും എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ആരും മണികെട്ടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വിദൂര ഭാവിയിൽ നമ്മളിലേക്കും വലിയ വലിയ ശിക്ഷകളായിരിക്കും റബ്ബിൻ്റെത് ഉണ്ടാവുക എന്ന മുന്നറിയിപ്പാണ് ഖുർആനും ഹദീസും നൽകുന്നത്. നമ്മൾ തിരുത്താതിരിക്കുകയാണെങ്കിൽ അള്ളാഹു ഒന്നാകെ ആ മനുഷ്യരെ നശിപ്പിക്കും, അവന്റെ ശിക്ഷ കടന്നു വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റബ്ബിന്റെ ശിക്ഷ കാത്തിരുന്നു കൊള്ളുക. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 8-ാം അധ്യായം 25-ാമത്തെ വചനം. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, ഫിത്നതൻ, ഒരു പരീക്ഷണത്തെ, ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ, അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ടായിരിക്കുകയില്ല, മറിച്ച് വഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലരുടെ പ്രവൃത്തിയാൽ ഒരു സമൂഹത്തെ മുഴുവൻ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അവർ തങ്ങളുടെ ഇടയിലുള്ള തിന്മ കാണുന്നത് വരെ അവർക്കത് തടയാൻ കഴിയും, എന്നാൽ അവർ തടയാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവർ ആ തിന്മ ചെയ്താൽ അള്ളാഹു പ്രത്യേകമായും മൊത്തത്തിലും ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിക്കുന്നത് പോലെ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഇത്തരം വ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ബിമാ കസബത്ത് ഐദിന്നാസ്, നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയത് നിമിത്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സുന്ദരമായ ഒരു നാട്ടിൽ, ജനങ്ങളെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ 75 വർഷത്തിന് ശേഷം ഇത്രയും വലിയൊരു വിപത്ത് അവിടെ ഉണ്ടായി? എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ മുതൽ തുടങ്ങണം. ഇനി കടകളെല്ലാം വെള്ളം കയറി, ഒന്നുമില്ല ബാക്കി, വീടുകളിൽ ഒന്നുമില്ല. മറ്റുള്ള ആളുകളുടെ സഹായങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സമൂഹം. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ആ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായി എന്നത് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഹറാമുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ പരിഹസിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നു. വിവാഹ രംഗം ഏറ്റവും വൃത്തികേടിന്റെ ഹറാമുകളുടെ കേളി രംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. കോടികളാണ് വിവാഹ മാമാങ്കത്തിന് വേണ്ടി നമ്മുടെ ഉമ്മത്ത് ചെലവഴിക്കുന്നത്, പ്രത്യേകിച്ച് എന്റെ നാട്ടിൽ വിവാഹത്തിന് വേണ്ടി കോടികളാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ ഈ ഒരു ദിവസത്തിന് പോലും സ്വന്തം വീടും അതുപോലെ കടയും വെള്ളം കയറി നിൽക്കുമ്പോ ഓഡിറ്റോറിയത്തിൽ പോയി സർവ ഹറാമുകളോടും കൂടി
വിവാഹം ആഘോഷിച്ച ആളുകളെ അവിടെ കാണാൻ സാധിച്ചു. ഒന്നാലോചിച്ചു, ആ സമയത്ത് പോലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ. വിവാഹ രംഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? സർവ വൃത്തികേടുകളും ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ, വസ്ത്രധാരണത്തെ തകർത്തെറിഞ്ഞ് അടിമുടും മുഴുവനായും ഇസ്ലാമിക വേഷം ധരിക്കാതെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ മുമ്പിൽ, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ തങ്ങളുടെ ദേഹം തുറന്നു കാണിക്കുന്ന മാരിമാരെയാണ് നമ്മൾ സ്റ്റേജുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ മതത്തോടുള്ള, അവന്റെ ഖുർആനിനോടുള്ള, ദീനിനോടുള്ള അങ്ങേയറ്റത്തെ പരിഹാസമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ നാട്ടിലെ പാട്ടുകാരികളും ഡാൻസുകാരികളും പോരാഞ്ഞിട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതിന് കഴിയുന്ന പല രൂപത്തിലുള്ള ഡാൻസുകാരികളെയും നർത്തകികളെയും പാട്ടുകാരികളെയും വിളിച്ചു വരുത്തി ഗാനമേളകൾ പൊടിപൊടിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം വിവാഹ സദസ്സുകളിൽ തീർന്നില്ല. കഴിഞ്ഞ വർഷം നഗരോത്സവം എന്ന പേരിൽ നടത്തിയ നരകോത്സവം എത്ര ദിവസമാണ് നീണ്ടു നിന്നത്? ഒരാഴ്ചയോളം നീണ്ടുനിന്ന നഗരോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിനിമാ നടന്മാരെയും സീരിയൽ നടിമാരെയും ഇറക്കി ഗാനമേളകളും അതുപോലെ ഡാൻസുകളും നടത്തിയ ഒരു നാട് എങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ അവരിലേക്ക്, ആ നാട്ടിലേക്ക് വരാതിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നബി പറഞ്ഞല്ലോ, പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഭൂമിയിലെ കാട്ടുന്ന ശിക്ഷയും ചരൽ വർഷവും രൂപമാറ്റവും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ പ്രകൃതി ദുരന്തങ്ങൾ, ചരടിട്ട് വീഴുന്ന മാലയിൽ നിന്ന് മുത്തുമണികൾ അടർന്നു വീഴുന്നത് പോലെ ഒന്നൊന്നായി, ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി അള്ളാഹുവിന്റെ ശിക്ഷകളതാ ആ സമൂഹത്തിലേക്ക്, ആ നാട്ടിലേക്ക് അള്ളാഹു ആസ്വദിപ്പിക്കും, കടന്നു വരും. എപ്പോഴാ? ശരിബുൽ ഹുമൂർ, മദ്യപാനികൾ വർദ്ധിക്കുമ്പോ, വത്തഖദുൽ കൈനാത്ത്, പാട്ടുകാരികൾ സ്വീകരിക്കുകയും, വത്തഖദുൽ കൈനാത്ത് വളറബൂ ബിൽ മആസിഫി, അതുപോലെ സംഗീത ഉപകരണത്തിന് ആളുകൾ അടിമപ്പെടുകയും ചെയ്യുമ്പോ, വാദ്യോപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം, അതുപോലെ ഗാനമേള പൊടിക്കുമ്പോ, അതുപോലെ ഡാൻസുകാരികൾ, നർത്തകികൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ഒരു ദൃഷ്ടാന്തം എന്നോണം അതാണ് എന്റെ നാട്ടിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ തിന്മകൾ വർദ്ധിക്കുമ്പോ, അത് കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കുമ്പോ, ആ തിന്മകൾക്കെതിരെ പോരാടാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരുന്നാൽ, ഇത്തരം ശിക്ഷകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും ബാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സഹോദരങ്ങളെ, എത്രയോ കടകൾ ഞാൻ പറഞ്ഞല്ലോ മുഴുവനായും മരിച്ചുപോയി. ഒന്ന് ചിന്തിക്കുക, ഈ ആളുകളൊക്കെ, ഇത്തരം കടയുടെ ഉടമകളൊക്കെ കടകളുടെ കൃത്യമായ സ്റ്റോക്ക് എടുത്തിട്ട് അതിന്റെ സക്കാത്ത് കൊടുത്തവരായിരിക്കും. എത്ര ആളുകൾ ഉണ്ടാവും സക്കാത്ത് കൊടുത്ത ആളുകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സക്കാത്ത് കലർന്ന ഒരു വിഹിതവും ഒരു സമ്പത്തും അള്ളാഹു നശിപ്പിക്കാതിരിക്കുകയില്ല. നമ്മൾ സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ, ആ സക്കാത്ത് കൊടുക്കാത്ത വിഹിതം ധനം നമ്മുടെ സമ്പത്തിലുണ്ടെങ്കിൽ മുഴുവനായും നമ്മുടെ സമ്പത്തായിരിക്കും അള്ളാഹു നശിപ്പിക്കുക. നമുക്കൊരിക്കലും അത് ആസ്വദിക്കാൻ കഴിയില്ല. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അള്ളാഹു